ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന പ്രധാനപ്പെട്ട ഒരു ടാസ്ക് ആണ്. വളരെ ശക്തമായിട്ട് ജിൻഡോയ്ക്കെതിരെ സംസാരിച്ച ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിജോയാണ്. സിജോ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചീഞ്ഞ കണ്ടന്റുകൾ ഇവിടെ കൊടുക്കുന്ന ആളാണ്, നിങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിൽ പഴയ മോശമായ കണ്ടന്റുകൾ ഇടുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിജോ വല്ലാണ്ട് അങ്ങ് തട്ടിക്കേറി. എന്നിട്ട് ഒന്നാമത്തെ പോസ്റ്റിന് ഒട്ടും അർഹനല്ല എന്ന് പറഞ്ഞിട്ട് സിജോ ഒന്നാമത്തെ പോസ്റ്റിൽ തന്നെ നിന്നു. എന്നാൽ ബുദ്ധിപൂർവ്വം ജിൻഡോ അവിടെ ഒരു കളി കളിച്ചു. എന്നിട്ട് ആരും അറിയാതെ തന്നെ ഒരു പ്ലാൻ ഇട്ടിട്ട് ജിൻഡോ പോയി 2ാം സ്ഥാനത്ത് അവിടെ നിന്നു. എന്നാൽ സിജോ അവിടെ കടന്ന് പൂത്തിരി പ്രസംഗമാണ്. പൂത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ പറയുന്നത്, എനിക്കങ്ങ് നാക്കുള്ളത് കൊണ്ട് അങ്ങ് സംസാരിക്കാന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും കയറി വള്ളി പിടിച്ച് സംസാരിക്കുകയാണ്. എന്തോ വലിയൊരു ഇതാന്ന് പറഞ്ഞാൽ എനിക്കങ്ങ് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് സംസാരിക്കുക. എന്നാൽ നൈസായിട്ട് കാര്യം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ജിൻഡോ ചെയ്തിട്ട് അവിടെ നൈസായിട്ട് പോയി അങ്ങ് നിന്നു. എന്നാൽ ഇവിടെ പറ്റിയ സംഭവം എന്തുവാ, ഇവിടെ സിജോയ്ക്ക് എത്രാമത്തെ പൊസിഷൻ കിട്ടി? ഇവിടെ സിജോയ്ക്ക് കിട്ടിയ പൊസിഷൻ 11ാമത്തെ 12ാമത്തെ പൊസിഷനാണ് കിട്ടിയത്. അപ്പൊ നോക്കിക്കോണേ ആരുടെ ബുദ്ധിയാണ്. ഇത്രയും കിടന്ന് ബളബളാന്ന് വർത്തമാനം പറയുന്നതല്ല സിജോ കാഥ. ഇവിടെ എന്ത് കളിക്കണമെന്ന് ബുദ്ധിപൂർവ്വം കളിക്കുന്നതാ കളി. ഇതൊന്നും മനസ്സിലാക്കാത്ത സിജോ അവിടെ കിടന്നിട്ട് തീപ്പൊരിയാണ്, കാട്ടുതീയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ കളിക്കണം, ബുദ്ധിപൂർവ്വം കളിക്കണം. എന്നാൽ മാത്രമേ കളി ഇവിടെ നടക്കത്തുള്ളൂ. അല്ലാതെ ഇവിടെ എനിക്ക് സംസാരിക്കാൻ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ബാബും ബ്ലം ബ്ലം ബ്ലൂന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. സംസാരിച്ചിട്ട് എന്ത് കാര്യം? സംസാരിക്കണ ഒരു ലിമിറ്റൊക്കെ വേണ്ടേ? എല്ലാവരോടും ഞാൻ വലിയ സംസാരമാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉള്ള മത്സരാർത്ഥികൾക്കൊക്കെ സിജോ നല്ല ഗെയിമറാന്ന് പറയുന്ന രീതിയിലേക്ക് എത്തിക്കും, അല്ലാതെ ഒരു പ്രയോജനവും ഇല്ല. ഇത് തന്നെയായിരുന്നു ശരണ്യ പോകുമ്പോ പറഞ്ഞത് ലാലേട്ടനോട് ചോദിച്ചു ആരാണ് നല്ല ഗെയിമർ എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, ആര് കപ്പടിക്കുമെന്ന്. അപ്പൊ ശരണ്യ പറഞ്ഞ എന്തുവായിരുന്നു? സിജോ കപ്പടിക്കും ലാലേട്ട എന്ന് പറഞ്ഞു. ഇതിൽ ഇറങ്ങി ജിൻഡോയുടെ ഫാൻസും ജിൻഡോയുടെ സപ്പോർട്ടൊക്കെ കണ്ടപ്പോ ശരണ്യ പറയാ ജിൻഡോ കപ്പടിക്കുമെന്ന്. ഇത്രേ ഉള്ളൂ എല്ലാം. അപ്പൊ അടുത്തൊരു വീഡിയോ എത്തുന്നവരേക്ക് എല്ലാവർക്കും ബൈ.